സൂര്യനെ ജാമ്യത്തിലിറക്കുന്ന സ്റ്റെഫി. നിനക്ക് ഒരു കോടി പുണ്യം കിട്ടും. തിരുമുറ്റത്തെത്തുന്ന സൂര്യൻ അച്ഛന്റെ മുന്നിൽ വെച്ച് കനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നീ മണിക്കുട്ടി ഇവിടെ അയ്യോ, തുടർന്ന് കാണുക. കനിയുടെ കഴുത്തിൽ താലികെട്ടി തിരുമുറ്റത്തേക്ക് കൊണ്ടുവന്നത് ഈ ഞാനാ. ഇവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിനക്കൊരു അവകാശമില്ല. ഈ മാരണങ്ങളോടൊപ്പമുള്ള ജീവിതം ഇന്ന് അവസാനിപ്പിച്ചേക്കണം നിങ്ങള്. ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിയാനുള്ള കൈക്കരുത്തോ മനക്കരുത്തോ നിങ്ങൾക്കില്ലെങ്കിൽ പറയേ, ഞാനത് ചെയ്യാം. തിരുമുറ്റത്ത് ഹരിനാരായണൻ ഇനി സൂര്യൻ എന്നൊരു സഹോദരനില്ല. ഹരിയേട്ട ഹരിനാരായണെന്ന് വിളിച്ചു പോലും ഈ പടിക്കൽ ഇനി നിന്നെ കണ്ടുപോകരുത്. ഒന്നുകൂടി അറിഞ്ഞു നീ, എന്റെ ജീവിതത്തിൽ ഇനി ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. കനിയും മണിക്കുട്ടിയും എന്റെ ഏഞ്ചലും. വാ. എടി, ഇനി ഇവിടെ നിന്ന് ശരിയല്ല. വാ വാ വാ, ഇവരൊക്കെ മഴക്കൊടി വെക്കണം. എന്താ മേരിക്കുഞ്ഞെ എന്തെങ്കിലും നോക്കുന്നേ? നീ ഇങ്ങനെ ചിരിച്ചു കാണുമ്പോ അമ്മച്ചിക്ക് സന്തോഷം കാണില്ലേ മോളെ? അമ്മച്ചിക്ക് സന്തോഷായിരിക്കും, പക്ഷെ അപ്പന് ടെൻഷൻ ആയിരിക്കും, അല്ലേ അപ്പാ? എന്താ മോൾക്ക് സംശയമുണ്ടോ? ഇല്ലേ ഇല്ല. എന്നാ അപ്പന് കൂടുതൽ ടെൻഷൻ അടിക്കാനുള്ള ഒരു ന്യൂസ് കൂടി ഞാൻ തരാം. തിരുമുറ്റത്ത് സൂര്യനാരായണൻ 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറക്കി, അതാണ് ശരി. ആരാ ഇറക്കിയതെന്ന് ഒന്ന് ചോദിക്കാം അമ്മച്ചി. ആരാടി? ഈ ഞാൻ, പള്ളിത്താഴത്തെ സ്റ്റെഫി കോശി എന്ന ഈ ഞാൻ. പാവം സൂര്യേട്ടൻ 14 വർഷം ജയിലിൽ കിടന്ന പോലെയാ പുറത്തു വന്നിരിക്കുന്നത്. വണ്ടിച്ചക്കായിരുന്നല്ലോ കാരണം. രൂപ 25 ലക്ഷവും പരാതിക്കാരന്റെ കോടതി ചിലവുകളും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എണ്ണി തിട്ടപ്പെടുത്തി വെക്കേണ്ടി വന്നു. അതും ആരുടെ കൈകൊണ്ടാണെന്ന് ചോദിക്കമ്മച്ചി. ആരുടെ കൈകൊണ്ട്? എന്റെ കൈകൊണ്ട്. മേരിക്കുഞ്ഞിന്റെ ഈ മോളുടെ കൈകൊണ്ട്. നിനക്കെന്താടി വട്ടി പിടിച്ചോ? തിരുമറ്റത്തുകാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നീ ആരാടി? സൂര്യൻ ജയിലിൽ കിടക്കുന്നതിന്റെ നാണക്കേടെ ഹരിക്കും അവന്റെ തന്തയ്ക്കും അല്ലായിരുന്നോ? അതിന് നിനക്ക് എന്നാ കേടാ പറ്റിയടി? ഓ എന്റെ കർത്താവേ, 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ നീ അത് എവിടുന്നാടി എടുത്തു കൊടുത്തത്? നീ ഒന്ന് അടങ്ങുമേരി. മോൾ ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തപ്പോ നീ അവളെ കുറ്റപ്പെടുത്തുവാണോ? ഇത് നല്ല കാര്യോ? തിരുമുറ്റത്തെ കേടുപാടുകൾ തീർക്കാനേ അവിടെ എല്ലാറ്റിനും പോകുന്നൊരു വലിയേട്ടനുണ്ടല്ലോ. അവൻ ചെയ്യേണ്ട കടമകളൊന്നും എന്റെ മോൾ ഏറ്റെടുക്കണ്ട. അവൻ കമ്പനിന്ന് എന്റെ മോളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതാ തിരുമുറ്റത്തുനിന്ന് പുറത്താക്കിയതിന് തുല്യ. എന്റെ അമ്മച്ചി പറഞ്ഞത് നേരാ. അതെ അപ്പ, ഹരിയേട്ടനെ ഒന്ന് നോവിക്കാൻ എനിക്ക് കിട്ടിയ ആയുധമായിരുന്നു സൂര്യേട്ടൻ. ഇന്ന് തിരുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒരുപക്ഷെ സംഭവിച്ചു കാണും. ഒന്നുകിൽ
ആ കനിയെയും കണ്ണുകുട്ടി പെണ്ണിനെയും സൂര്യേട്ടൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കാണും. അല്ലെങ്കിൽ അവരെ അവിടുന്ന് അടിച്ചിറക്കിയിട്ടുണ്ടാവും. എന്തായാലും ഒന്നുറപ്പാ, ഹരിയേട്ടന് സൂര്യേട്ടനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. സൂര്യേട്ടനെ ഞാൻ നല്ലോണം സ്ക്രൂ കയറ്റിയാ വിട്ടിരിക്കുന്നെ. എന്റെ കർത്താവേ, നീ അവിടെ ചോരപ്പുഴ ഒഴുക്കിയേക്കണേ. തിരുമുറ്റത്ത് ഹരിനാരായണൻ ചെയ്യേണ്ട കടമ തന്നെയാ ഞാൻ ഏറ്റെടുത്തത്. അതിൽ എന്റെ സേവിങ്സിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കിയിട്ടുമില്ല. അപ്പം മുമ്പ് ചോദിച്ചില്ലേ, കേസ്, കോടതി, വക്കീലെന്നും പറഞ്ഞ് എന്റെ നീക്കം ആർക്കെതിരെന്നൊക്കെ? അത് ഹരിയേട്ടനെതിരെ തന്നാ. സൂര്യേട്ടനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കിയതേ അങ്ങേരോട് സിമ്പതി തോന്നിയിട്ടൊന്നുമല്ല. സൂര്യേട്ടനെന്നും എന്റെ ഭാഗത്തെ നിന്നിട്ടുള്ളൂ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂര്യേട്ടൻ ഹരിയേട്ടന് എഗെയിൻസ്റ്റ് ആയിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ സൂര്യേട്ടനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നതേ തിരുമുറ്റത്ത് വീട്ടിൽ ചെന്ന് കയറി സ്വന്തം വലിയേട്ടന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. വലിയ ദ്രോഹമാണല്ലോ മോളെ നീ കാട്ടിയത്. ദ്രോഹോ? അപ്പം മുമ്പ് എന്താ പറഞ്ഞേ? ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നല്ലേ? അപ്പന്റെ കണ്ണിൽ ഇതൊരു സൽപ്രവൃത്തിയായിട്ട് അങ്ങ് ഇരുന്നാ മതി, കേട്ടല്ലോ? എടി മോളെ, അമ്മച്ചിക്ക് ഇപ്പൊ സന്തോഷായടി. നീ ഈ പള്ളിത്താഴത്ത് വീട്ടിന് വേണ്ടി ഒരു നല്ല കാര്യം തന്നെയാ ചെയ്തത്. സൂര്യൻ അവിടെ വാളെടുക്കണം. അവളും അവളുടെ പൊട്ടിപ്പെണ്ണും അവിടുന്ന് പുറത്താവണം. പിന്നെ ഒരുത്തൻ കൂടി ഉണ്ടല്ലോ, ഹരിനാരായണൻ എടുത്ത് കമ്പനി പ്രതിഷ്ഠിച്ചവൻ, ഉണ്ണിക്കുട്ടൻ. അവനും അവിടുന്ന് പുറത്താവണം. അവറ്റകളൊക്കെ എവിടുന്ന് വന്നോ ആ വഴിക്ക് തന്നെ പോണം. പോകൂ അമ്മച്ചി. സർവ്വതിനെയും തീർക്കാനുള്ള കലിയുമായിട്ടാ സൂര്യേട്ടൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. അച്ഛനതിന് വിലങ്ങായിട്ട് നിന്നാ പോലും ഒരു പക്ഷേ സൂര്യേട്ടൻ അങ്ങേർക്ക് നേരെയും കൈ പൊക്കിയെന്ന് വരാം. കനിമ, നമുക്ക് പോവാൻ കനിമ. നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഏഞ്ചലിന്റെ ചെറിയച്ഛൻ കനിമ ഒത്തിരി വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ കാരണമല്ലേ കനിമയ്ക്ക് വഴക്ക് കിട്ടിയത്. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടും ഏഞ്ചലിന്റെ ചെറിയച്ഛൻ എന്നെ വിട്ടില്ല. എന്നെ കനിമ എന്തിനാ പിടിച്ചു തള്ളിയത്? കനിമ, എനിക്ക് പേടിയാവാ കനിമ. നമ്മളിനി ഇവിടെ നിന്നാലേ ഏഞ്ചലിന്റെ ചെറിയച്ഛൻ വീണ്ടും വന്ന് നമ്മള് വഴക്ക് പറയും, പിടിച്ചു തള്ളും, എന്നെ കനിമ അടിക്കും. വേണ്ട കനിമ, നമുക്ക് പോവാം. നമുക്കേ പള്ളിയിലെ ഫാദറിന്റെ അടുത്ത് പോവാം. നമ്മളിവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. നമ്മളെല്ലാരും ദ്രോഹിക്കും. നമുക്ക് പള്ളിയിൽ പോവാൻ കനിമ. ഏഞ്ചൽ അവിടെ വന്ന് മണിക്കുട്ടിയെ കണ്ടാൽ മതി. പള്ളിയിലാവുമ്പോഴേ അവിടെ നമ്മളെ നോവിക്കാനും വഴക്ക് പറയാനും ആരും ഉണ്ടാവില്ല. ഫാദറിന് നമ്മളോട് ഒത്തിരി സ്നേഹമല്ലേ. നമുക്ക് പോവാൻ കനിമ. അവിടെ നമ്മൾ ആരും വഴക്ക് പറയില്ല. പോവാ. എന്നെ കനിമേ വഴക്ക് പറഞ്ഞതും പിടിച്ചു തള്ളിയതും ഒക്കെ ഫാദർ കണ്ടിരുന്നെങ്കിലേ ഏഞ്ചലിന്റെ ചെറിയച്ഛന് ഒത്തിരി വഴക്ക് കിട്ടിയേനെ. ഫാദർ വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഏഞ്ചലിന്റെ ചെറിയച്ഛനെ ദുഷ്ടനാ. ഇന്നാളും വന്ന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. കനിമ, എന്തിനാ കനിമ നമ്മൾ എപ്പോഴും വഴക്ക് പറഞ്ഞേ? തള്ളിയിട്ട് എന്തിനാ കനിമ? ഉണ്ണിക്കുത്ത് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. മണിക്കുട്ടി കരയണ്ട. ഏഞ്ചലിന്റെ ചെറിയച്ഛൻ മണിക്കുട്ടിയെ വഴക്കു പറയാനോ ഉപദ്രവിക്കാനോ ഇനി വരില്ല. ആണോ? വന്നാ ഞാൻ എന്റെ ഉണ്ണിക്കുത്തിനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. അവന് പകയോ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നോടാവാമായിരുന്നു. കനിയുടെ നേരെ വിരൽ ചൂണ്ടിയെങ്കിൽ, നിങ്ങൾ ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തെങ്കിൽ അത് ജ്യേഷ്ഠനായി എന്നോട് കാണിക്കുന്നതിന് സമ. അവനെ ഇനി ഈ വീടിന്റെ കോമ്പൗണ്ടിൽ കയറ്റത്തില്ല. അനിയനാന്നുള്ള സ്ഥാനം അവൻ തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അവന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ലോ കനിയെ മണിക്കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേണ്ട, കനി എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. ഈ തിരുമുറ്റത്തിന്റെ പടി ഇറങ്ങി പോകാനല്ല ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സഹോദരങ്ങൾ കാണിക്കുന്ന മര്യാദക്കേടിന് ഭാര്യയോട് ആവർത്തിച്ചാവർത്തിച്ച് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരു വിലകെട്ട ഭർത്താവായി തീരാൻ എനിക്കാവില്ല. എനിക്കിനി വലുത്
എന്റെ ജീവിതം. വിധികളോട് മല്ലടിച്ച് തോറ്റവനാ ഞാൻ. എനിക്ക് എന്റെ സഹോദരങ്ങളുടെ എതിർപ്പുകൾക്ക് മുന്നിലും തോൽക്കേണ്ടി വരിക എന്ന് വെച്ചാൽ, ഓർമ്മ വച്ച കാലം മുതൽ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ ഞാൻ. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇന്ന് വരെ എതിര് നിന്നിട്ടുമില്ല. ഒരുപക്ഷെ അച്ഛനേക്കാൾ തണലും സുരക്ഷിതത്വവും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഒരു വീഴ്ച വരുമ്പോ അവരെന്നെ മനസ്സിലാക്കാതെ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ, ഉള്ളിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ഇങ്ങനെ പകപോക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ, കൂടപ്പറപ്പുകളാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. അരുത് സാർ, ഈ വീട്ടിൽ അവർക്കുള്ള സ്ഥാനം കഴിഞ്ഞു മതി. ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ. കനി, അതെ സാർ, സാറ് പറഞ്ഞിട്ടുള്ളതുപോലെ അനിയനുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ വീട്ടിലുള്ള ഒരു ഓട്ടുപാത്രത്തിന് പോലും അവകാശം ഞാൻ പറയില്ല. സാറിന്റെ സമ്പാദ്യങ്ങൾക്കുള്ള മുഴുവൻ അവകാശം ഏഞ്ചലാണ്. അതിലെനിക്കോ എന്റെ മണിക്കുട്ടിക്കോ ഒരു അർഹതയോ അവകാശവും ഇല്ല. മരിക്കുന്നത് വരെ ഞാനത് ആഗ്രഹിക്കുകയില്ല. പക്ഷെ എന്തോ അനിയൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ വേറൊരു തരത്തിലായിപ്പോയി. ചെക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാറിന്റെ സഹായം കിട്ടാതെ പോയതും ജയിലിൽ പോകേണ്ടി വന്നതുമൊക്കെ ഞാനും മണിക്കുട്ടിയും കാരണമാണെന്ന് തെറ്റിദ്ധരിച്ചു. വെറും ഒരു തെറ്റിദ്ധാരണ അല്ല ഇത്. കനിയെ ഇവിടേക്ക് കൊണ്ടുവന്ന അന്നു മുതൽ അവൻ പലതും കരുതിക്കൂട്ടിയിരിക്കുക. അതിനൊരു സന്ദർഭം വന്നപ്പോ അരുത് സർ, അർഹതയില്ലാത്തടത്തേക്കാണ് ഞങ്ങൾ വന്നത്. ഇതിന്റെ പേരിൽ ഇനിയും വലിയ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. എന്നാലും അനിയനെ വേണ്ടാന്ന് വെക്കുന്നൊരു മനസ്സ് സാറിനുണ്ടാവരുത്. ഒറ്റവരോ ഉടയവരോ ഇല്ലാതെ പോയ ഞങ്ങൾ 3 പേരും ഇന്നും വേർപിരിയാതെ കഴിയുന്നുവെങ്കിൽ അത് ഞങ്ങൾ അനാഥരോ അന്യരോ ആകാതിരിക്കാൻ വേണ്ടിയാ. സൂര്യൻ സാറിന്റെ കൂടെപ്പിറപ്പ. അനിയൻ എന്ത് തെറ്റ് ചെയ്താലും അതിൽ അമർഷവും സങ്കടമുള്ള അച്ഛൻ പോലും നാളെ ആ തെറ്റിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കും. ദയവായി ആ വലിയ മനസ്സ് സാറിനും ഉണ്ടാവണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. മണിക്കുട്ടി, ഏഞ്ചലിന്റെ പപ്പ വന്നില്ലായിരുന്നെങ്കിലേ ഏഞ്ചലിന്റെ ചെറിയച്ഛൻ ഞങ്ങളെ കൊന്നേനെ. എനിക്ക് പേടിയാവുന്നു. ഇനിയും വരും. എന്നെ പിടിച്ചോണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് കളയും. എന്റെ കനിമയ്ക്ക് പിന്നെ എന്നെ കാണാനേ പറ്റില്ല. എന്നെ എവിടെ കൊണ്ട് കളഞ്ഞാലും എന്റെ കനിമ എന്റെ കൂടെ വേണം. എന്നെ എന്തിനാ കൊണ്ട് കളയുന്നേ? ഏഞ്ചലിനെ പോലെ ഞാനും ഇവിടുത്തെ കുട്ടിയല്ലേ. അപ്പൊ പിന്നെ ഞാൻ അപ്പപ്പാന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആതിര ആന്റിയെ ആതിര അപ്പച്ചിന്നും പിന്നെ അങ്കിളിനെ അങ്കിളെന്നും വിളിക്കുന്നുണ്ടല്ലോ. ആ ഏഞ്ചലിന്റെ പപ്പയെ ഞാൻ പപ്പാന്ന് വിളിക്കാത്തോണ്ടാണോ എന്നെ കൊണ്ടുപോയി കളയുന്നേ? മണിക്കുട്ടി മോളെ, ഞാനിനി മോളുടെ കൂടെ പപ്പയാ. ഇനി എന്റെ ഏഞ്ചൽ വിളിക്കുന്നത് പോലെ മണിക്കുട്ടി എന്നെ പപ്പാന്ന് വിളിക്കണം. വിളിക്ക് മണിക്കുട്ടി, പപ്പാന്ന് വിളിക്ക്. പപ്പ മോളെ, എനിക്കിനി 2 മക്കളാ, ഏഞ്ചലും മണിക്കുട്ടി. മോളെ, ഇനി നീ ഏഞ്ചലിന്റെ കൂട്ടുകാരിയല്ല, കൂടപ്പറപ്പ. ഈ തിരുമുറ്റം വീട്ടിലെ എന്റെ മകളാ നീ. എന്റെ ജീവിതം ഇനി ഏഞ്ചലിന് വേണ്ടി മാത്രമുള്ളതല്ല, എന്റെ ഈ മണിക്കുട്ടിക്കും കൂടെ ഉള്ളതാ. എന്റെ ഈ 2 മക്കൾക്കും കൂടി ഉള്ളതാ ഇനി എന്റെ ജീവിതം. ഇപ്പോഴമ്പിളിയേട്ടാ മനസ്സിനൊരു ആശ്വാസം തോന്നി തുടങ്ങിയത്. അവളെ അവളുടെ കുരുടി പെണ്ണിനെയും തെറ്റാലി കൊണ്ട് ഓടിക്കാൻ നോക്കി. ആശുപത്രി പോക്ക് മുടക്കി നോക്കി. അത്താഴത്തിൽ നീ ഒരു കവർ ഉപ്പും തട്ടിട്ടു. എന്നിട്ട് അവൾ ഓടിയോ? അവളിൽ ഒരു കുലുക്കമെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയോ?
ഇല്ല, സൂര്യേട്ടനാണാ നല്ല എരിവും പുളിവും ഉള്ള ചങ്കുറപ്പുള്ള ആണ്. അത് കണ്ടു. നിന്റെ ഈ സൂര്യേട്ടനെ വെല്ലുവിളിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയപ്പോഴേ എന്റെ കണ്ണുന്ന പൊന്നിച്ച മാറിയത്. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ മനുഷ്യ, സൂര്യേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഇവിടെ വല്ലതൊക്കെ നടക്കുമെന്ന്. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചു. സൂര്യേട്ടനൊരു വീഴ്ച പറ്റിയപ്പോ സഹായിക്കേണ്ടത് ആരായിരുന്നു? വല്യേട്ടനായിരുന്നു. തനുജേടത്തി പറഞ്ഞത് ജയിലിൽ പോകുന്നതിന് മുൻപ് സൂര്യേട്ടൻ വല്യേട്ടന്റെ കാലിൽ വീണ് പിച്ചക്കാരെ പോലെ കെഞ്ചി കരഞ്ഞു. എന്നിട്ട് പോലും വല്യേട്ടൻ കുലുങ്ങിയില്ല. അതെങ്ങനെയാ? അവളുടെ തലയണ മന്ത്രവും കൈവിഷവും ഒക്കെ അകത്ത് കിടക്കുമ്പോ വല്യേട്ടൻ സഹോദര സ്നേഹമൊക്കെ മറക്കുമല്ലോ. എനിക്ക് അന്നേ അറിയായിരുന്നു സൂര്യേട്ടൻ ജയിലിൽ നിന്നിറങ്ങിയാൽ നേരെ ഇവിടേക്ക് വരുമെന്ന്. അച്ഛൻ ഇനി വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തടയാൻ ശ്രമിച്ചാലും അതൊന്നും വകവയ്ക്കാതെ സൂര്യേട്ടൻ അവളെയും ആ പൊട്ടിപ്പെണ്ണിനെയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഗേറ്റിന് വെളിയിൽ കൊണ്ട് തള്ളുമെന്നും എനിക്കറിയാമായിരുന്നു. സൂര്യേട്ടന്റെ കലിയും ദേഷ്യവും ഒക്കെ പെങ്ങളായ എനിക്കല്ലേ അറിയൂ. ആതിരെ, നീ അധികം നികളിക്കല്ലേ. എന്നിട്ടെന്താ ഉണ്ടായത്? പടിക്ക് പുറത്തായത് ഇപ്പാരാ? ഇപ്പറഞ്ഞ നിന്റെ പൊന്നാങ്ങള. ദേ നോക്ക്, നാളെ നിന്നെ പുറത്താക്കാനും ഈ വെല്ലുവിളി മടിക്കില്ല. പിന്നെ അങ്ങനെ ഒരു സീനുണ്ടായ തടസ്സം പിടിക്കണമെന്ന് തന്നെ കിട്ടില്ലേ? നിങ്ങളൊരാണാണോ? അല്ല, വെല്ലുവിളിനൊരു അനങ്ങാപ്പാറയാണെന്ന് ഞാൻ കരുതിയത്. കലി വന്ന അങ്ങേര് തനി പ്രാന്തന. ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു അടി കിട്ടിയാലുണ്ടല്ലോ എല്ലിന്റെ ജോയിന്റ് വരെ വിട്ടും. സൂര്യേട്ടനൊരിത്തിരി ആവേശം കാണിച്ചു എന്നുള്ളത് നേരാ. വല്യേട്ടൻ വന്നിറങ്ങിയപ്പോ ഒന്ന് അടങ്ങണമായിരുന്നു. അടങ്ങാനോ അളിയനോ? പെട്രോളിന് തീ പിടിച്ച പോലെ കത്തി കേറില്ലായിരുന്നോ? സൂര്യേട്ടന് വല്യേട്ടന് മുമ്പിൽ നിൽക്കാൻ അറിയില്ല. അതുകൊണ്ടാ പടിയടച്ച് പിണ്ടം വെക്കുന്നത് പോലെ വല്യേട്ടൻ പെരുമാറിയത്. പിന്നെ നിനക്ക് നിൽക്കാനറിയാലോ. എനിക്കറിയാം. ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും മാത്രമേ അവളെയും ആ പൊട്ടിപ്പെണ്ണിനെ ഇവിടുന്ന് തുരത്താൻ കഴിയൂന്ന്. രണ്ടിനെയും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നിയോഗം ഇപ്പൊ എനിക്കാണല്ലോ. പിന്നെ പഴയ പോലെ തിരുമുറ്റത്ത് വീടിന്റെ ഭരണം എന്റെ കയ്യിലേക്ക് വരും. എന്നിട്ട് അച്ഛന്റെയും വല്യേട്ടന്റെയും മുമ്പിൽ ചെന്ന് നിന്ന് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ കരഞ്ഞു പറഞ്ഞ് ഓരോന്നും എന്റെ പേരിൽ കൂട്ടി കരമടച്ച രസീത് ഞാൻ വാങ്ങിവെക്കും. എന്റെ ആതിരെ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ. കിരീടവും ചെങ്കോലും എന്നൊക്കെ പറയുന്നല്ലാതെ ഇവിടെ ഒരു കാക്കത്തൂവലിന്റെ അംഗീകാരം പോലും നിനക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറയാലോ, എനിക്കിപ്പോ ജീവനിൽ പേടിയുണ്ട് കേട്ടോ. അങ്ങനെ പേടിയാണെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയേക്ക്. ഇതൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും. ആതിരെ, അങ്ങനെ മൊത്തത്തിൽ കയറി അനുഭവിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. വെല്ലുവിളി എന്നെ പട്ടിയെപ്പോലെ തല്ലിയാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിന്നെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. നിന്നാണ് സത്യം. അങ്ങനെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കെന്റെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. സൂര്യേട്ടൻ പടിക്ക് പുറത്തായതുകൊണ്ട് ഇനി എല്ലാം എളുപ്പമാവുമെന്നായിരിക്കും അവളുടെ ചിന്ത. അന്തസ്വാഭിമാനം ഉള്ളവളായിരുന്നെങ്കിൽ വല്യേട്ടൻ പിടിച്ചു വലിച്ചാൽ പോലും പിന്നെ പടി കയറാനുള്ള മനസ്സ് കാണിക്കില്ലായിരുന്നു. അത് നേരാ. ആനിയെടുത്തി പോയത് പിന്നെ വല്യേട്ടൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. പ്രായത്തിൽ ചെറുപ്പമായതുകൊണ്ട് കൊഞ്ചിയും കുഴഞ്ഞും അവൾക്ക് വല്യേട്ടനെ എളുപ്പത്തിൽ വശത്താക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി അവൾ എന്നെയായിരിക്കും ഉന്നം വെക്കുന്നത്. എന്നെ അങ്ങനെ ഞാനിവിടുന്ന് പുറത്താവേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം ആ കുരുടിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ച് അവൾക്കും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യടാ, അപ്പൊ ഞാൻ മാത്രം ഒറ്റയ്ക്കോ? അത് പറ്റില്ല. നീ പോയാൽ ഞാനും വരും. അങ്ങനെ ഒറ്റയ്ക്കാ നിൽക്കില്ല. ഇങ്ങോട്ട് വാടി. എന്താ എന്താ കാര്യം പറയണ്ടെന്ന്. എന്താ? ഞാനാണ് വിളിപ്പിച്ചത്. എനിക്ക് ചില തീരുമാനങ്ങൾ പറയാനുണ്ട്. സൂര്യൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ ചെയ്തികളൊക്കെ അച്ഛനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്.
ജയനും സുറുമിയും ജീവിക്കാനുള്ള കാരണം പറഞ്ഞിട്ടാണെങ്കിലും ഈ വീട്ടിൽ നകന്നു പോയതും നമ്മുടെ ഈ അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഓർത്തും നിന്റെ ഗതികേടോർത്തും നമ്മുടെ അച്ഛന് വേദനയുണ്ട്. ഒരു നിമിഷം പോലും ഒരു തെറ്റായ വാക്കുകൊണ്ടോ ഒരു തെറ്റായ പ്രവൃത്തി കൊണ്ടോ അച്ഛനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഓർത്ത് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അച്ഛന് കണ്ണീര് കുടിക്കേണ്ടി വരുന്നുണ്ട്. എന്റെ ആനിയുടെ മരണം ഈ വീടിനെ എത്രത്തോളം തളർത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ അച്ഛനറിയാം. നിന്നോടെന്നെ പോലെ ഒരുപക്ഷെ നിന്നെക്കാളേറെ ആനി ഇവിടെ എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ആനിയുടെ നഷ്ടം നമ്മളെല്ലാരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണീര് തുറയ്ക്കാൻ വേണ്ടി അവള് തന്നിട്ട് പോയ സമ്മാനമാണ് എന്റെ ഏഞ്ചൽ. ഒരു മുറിവണങ്ങുന്നതിന് മുമ്പേ അടുത്തൊരു വലിയ മുറിവിലേക്ക് വിധി എന്നെ തള്ളിയിട്ടത്. അതെന്താണെന്നും നിങ്ങൾക്കെല്ലാം അറിയാം. ഏഞ്ചൽ ഈ വീട്ടിലെ രാജകുമാരിയാ. ഇവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ തടസ്സം നിന്നിട്ടില്ല. എന്റെ മോള് ആകാശത്ത് നിൽക്കുന്ന അമ്പിളിയമ്മ അവനെ വേണമെന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി കൈയെത്തി പിടിക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ട്. ഈ മുഖം പാടരുത്, ഈ കണ്ണുകൾ നനയരുത്. ഈ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം പോലും ഇവിടെ ഉണ്ടാകരുതെന്ന് തീർച്ചപ്പെടുത്തിയവനാ ഞാൻ.